നാളെ പരലോകത്തെന്ന് മനുഷ്യർ പറയുന്ന ഒരു വാചകമുണ്ട്. ഖുർആനിൽ അത് ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. വയിദ് യതഹാജ്ജൂന ഫിന്നാരി ഫയഖൂലു ളുഅഫാഉ ലില്ലദീന ഇസ്തക്ബറു ഇന്നാ കുന്നാ ലക്കും തബഅ. ഗർവിന്റെയും അഹങ്കാരത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഒക്കെ ആളുകളുണ്ടല്ലോ, അവരെ നരകാഗ്നിയിൽ വെച്ച് കാണുമ്പോൾ പാവപ്പെട്ടവരായ അവരെ പിന്തുടർന്ന് അവരുടെ വാക്ക് കേട്ട് അവരുടെ വർത്തമാനം കേട്ട് അള്ളാഹുവിനെ ധിക്കരിച്ച് റബ്ബിനെ മറന്ന്, നാവുകൊണ്ടുള്ള വാക്കുകളിൽ റബ്ബിനെ മറന്ന്, പ്രവൃത്തികൾ കൊണ്ട് അള്ളാഹുവിനെ മറന്ന്, ഇരുട്ടിലും വെളിച്ചത്തിലും റബ്ബിനെ മറന്ന് ഈ തന്തോ നിങ്ങളുടെ കൂട്ടത്തിൽ സഞ്ചരിച്ചവർ, അവർ നാളെ പരലോകത്തെന്ന് പറയുന്ന വാക്കാണ് നരകത്തിൽ വെച്ച് പരസ്പരം ഇങ്ങനെ ന്യായങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഈ പാവപ്പെട്ടവരായ ആളുകൾ, അഹന്ത നടിച്ചു നടന്ന ആളുകളോട് പറയുകയാണ്, ഇന്നാ കുന്നാ ലക്കും തബഅ, ഞങ്ങൾ നിങ്ങളെ പിൻപറ്റി മുന്നോട്ട് പോയവരാണ്. വഹൽ അൻതും മുഗ്നൂന അന്നാ നസീബം മിനന്നാർ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് വല്ല വിഹിതവും കുറച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളെ കണ്ട് നിങ്ങളുടെ പിന്നാലെ വന്നവരാണ് ഞങ്ങൾ, നിങ്ങളുടെ വാക്ക് കേട്ട് നിങ്ങളുടെ കൂടെ ഒഴുകിയവരാണ് ഞങ്ങൾ, നിങ്ങളുടെ പ്രവർത്തനം കണ്ട് നിങ്ങളെ അനുധാവനം ചെയ്തവരാണ് ഞങ്ങൾ, നിങ്ങളുടെ വാക്കുകളും വർത്തമാനങ്ങളും കേട്ട് നിങ്ങളുടെ കൂടെ വന്നവരാണ് ഞങ്ങൾ. റബ്ബിനെ മറന്നുപോയി. അതുകൊണ്ട് ഇവിടെ വെച്ചവർ ചോദിക്കുന്നു, പരലോകത്ത് നരകാഗ്നി വെച്ചവർ ചോദിക്കുന്നു, ഫഹൽ അൻതും മുഗ്നൂന അന്നാ നസീബം മിനന്നാർ, ഈ നരകാഗ്നിയിൽ നിന്ന് വല്ല വിഹിതവും കുറച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അപ്പോൾ അവർ പറയുന്ന മറുപടി എന്താ അറിയോ? ഖാലല്ലദീന ഇസ്തക്ബറു, അഹന്ത നടിച്ച ഈ ആളുകളുടെ മറുപടി എന്താ അറിയോ? ഇന്നാ കുല്ലും ഫീഹാ, നമ്മളെല്ലാവരും നിങ്ങൾ ഈ പറയുന്ന നരകത്തിൽ തന്നെയാണല്ലോ. ഇന്നല്ലാഹ ഖദ് ഹകമ ബൈനൽ ഇബാദ്, അടിമകൾക്കിടയിൽ റബ്ബ് തീർപ്പ് കൽപ്പിച്ചു കളഞ്ഞുവല്ലോ. ഇനി പറഞ്ഞിട്ടെന്താണ് കാര്യം?